എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളിലെ ക്രമം തെറ്റിയ ആർത്തവം എന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ പല ആളുകളും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ സജുമി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് OBG സ്ത്രീരോഗ വിഭാഗത്തിലെ കൺസൾട്ടൻ്റ് കൂടിയായ ഡോക്ടർ സജുമി ഡോക്ടറാണ്. ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. അപ്പോൾ നമുക്ക് കുറേ വീടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ശരിക്കും ക്രമം തെറ്റിയ ആർത്തവം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ തുടങ്ങാം നമുക്ക് ആർത്തവം എന്ന് പറയുന്നത് ക്രമം തെറ്റി വരുന്നത് വളരെയധികം സാധാരണമാണ്. സ്ത്രീകളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ക്രമം തെറ്റി ആർത്തവം വരാം. അതൊരു സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് എപ്പോഴാണ് നമ്മളൊരു രോഗമായിട്ട് കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി സമീപിക്കേണ്ടത് എന്നുള്ളത് സ്ത്രീകൾക്കും തീരെ അറിവില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് അതൊരു രോഗമായി കാണേണ്ടത് എന്നുള്ളത് സ്ത്രീകൾക്ക് വളരെയധികം അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പം സാധാരണയായിട്ട് നമുക്ക് ഈ എല്ലാ മാസവും വരുന്ന ആർത്തവം ഏകദേശം ഒരു 8 ദിവസത്തോളം വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. അതാണ് നമ്മളൊരു നോർമൽ ഒരു 2 to 8 ദിവസം എല്ലാ മാസവും കറക്റ്റ് വരുന്നത് 8 ദിവസം വരെ നീണ്ടു നിൽക്കാം. അത് പോകുന്ന എമൗണ്ട് ബ്ലഡ് എത്ര പോകുന്നു എന്നുള്ളത് നമ്മളത് ഒരു തിയററ്റിക്കലി പറയുന്ന ഒരു 80 ml ആണ്. അതിപ്പോൾ നമുക്ക് അളന്ന് തൂക്കിയെടുക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു 80 ml എന്നാണ് അതിന് നോർമൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് വരുന്ന രീതിയാണ്. അത് നമ്മൾ വരുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം തുടങ്ങിയ ആർത്തവം തുടങ്ങുന്ന ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. തുടങ്ങിയ ആർത്തവം അടുത്ത മാസം തുടങ്ങുന്ന ദിവസം, ഈ 2 ദിവസമാണ് നമ്മൾ നോക്കുക. അതിൻ്റെ ഇടയിലുള്ള ദിവസം ഏകദേശം ഒരു 24-ൻ്റെയും 38 ദിവസത്തിൻ്റെ ഇടയിലായിരിക്കണം. ഒരു മാസക്കുളി തുടങ്ങി അടുത്ത മാസത്തെ മാസക്കുളി ആവണേൻ്റെ ആ ഇടയിലെ ഗ്യാപ്പാണ് ഞാൻ പറയുന്നത്. അതൊരു 24 മുതൽ 38 ദിവസം വരെ പോവാം. 24 ദിവസമാണെങ്കിൽ നോർമലാണ്. 24-ന് കുറവാണെങ്കിൽ എന്നുവെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. എനിക്ക് മാസക്കുളി ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അത് 38 ദിവസം വരെയാണ് അതിൻ്റെ ഗ്യാപ്പ് വരുന്നതെങ്കിൽ നമുക്കത് നോർമലായിട്ട് എടുക്കാം. പക്ഷെ അത് 38 ദിവസത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. 38 ദിവസം കഴിഞ്ഞിട്ടും അടുത്ത ആർത്തവം വരുന്നില്ല. ഒരു ആർത്തവം തുടങ്ങിയ ദിവസം നമ്മൾ എടുക്കുകയാണെങ്കിൽ അടുത്ത ആർത്തവം വരുന്ന ആ ഒരു ഗ്യാപ്പ് 38 ദിവസത്തിൽ അധികമായിരിക്കുകയാണെങ്കിൽ അത് വളരെ അധികം അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മളൊരു ഡോക്ടറെ സമീപിക്കണം. ചിലപ്പം ചില ആളുകൾ സംശയം പറയും, അല്ല 1 മാസം കുഴപ്പമില്ല, അടുത്ത 2 മാസമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്താണ്? അങ്ങനെ പറയുന്നത് ഒരു മാസത്തിൽ നമ്മൾ 6 ആഴ്ച 1.5 മാസം, അതാണ് നമ്മൾ ഈ ആദ്യമൊക്കെ 42 ദിവസമാണ് നമുക്ക് കറക്റ്റ് 6 ആഴ്ച. ഇപ്പം അത് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ 38 ദിവസമാണ് പറയുന്നത്. ഏകദേശം ഒരു 6 ആഴ്ചയോട് കണക്ക്. അപ്പോൾ അതൊരു 1.5 മാസം വരെ ഉള്ളത് നമുക്ക് നോർമലായിട്ട് എടുക്കാം. 1.5 മാസം ആയിട്ടും നമുക്ക് വരുന്നില്ലെങ്കിൽ എന്തായാലും നമ്മളൊരു ഡോക്ടറെ കാണണം. അത് ഒറ്റ പ്രാവശ്യമാണെങ്കിലും നമ്മളൊരു ഡോക്ടറെ കാണണം. നമുക്ക് അത് പല കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ് ആണെങ്കിൽ ഇപ്പം നമ്മളൊരു 8 ദിവസം വരെ, അധിക സ്ത്രീകളും നോക്കാത്തത് അതാണ്. 8 ദിവസം വരെ ബ്ലീഡിങ് ആയി 9, 10, 11, 12 ദിവസമൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് അത് നിന്നോളും എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ വീട് പണികളും അതും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുക ആയതുകൊണ്ട് തന്നെ അവരത് പതിയെ നിന്നുകൊള്ളും എന്നുള്ള ഒരു സ്വാഭാവികമായൊരു ചിന്താഗതിയിലേക്ക് പോകും. അതങ്ങനെ നിൽക്കും എന്നുള്ള രീതിയിൽ അത് വളരെയധികം നോർമലാണ്. നമ്മൾ 8 ദിവസത്തിൽ കൂടുതൽ ഒരു മാസക്കുള്ളി നിൽക്കുകയാണെന്ന് തുടങ്ങിയിട്ട് അത് നിൽക്കണില്ല എങ്കിലും നമ്മളത് ഒരു ഡോക്ടറെ കണ്ടിന്യൂസ് ആയിട്ട് വന്നാലും പ്രശ്നമാണ്, ഇല്ലാതിരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. വരണില്ല 1.5 മാസമായിട്ട് എന്നുള്ളതും പ്രശ്നമാണ്. ഇനി 24 ദിവസത്തിൻ്റെ ഇടയിൽ ഇപ്പം നമുക്കൊരു ആയിക്കഴിഞ്ഞ് ഒരു 20 ദിവസത്തിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ശരീരത്തിൽ നിന്ന് രക്തം പോവുകയാണ്. അതിനൊരു കാരണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതും നമ്മളൊരു ഡോക്ടറെ കാണും. ഇതാണ് നമ്മൾ ക്രമം തെറ്റുന്നതിന് മെയിനായിട്ട് പറയുന്ന 3 കാര്യം. ഇതാണ്: എത്ര ദിവസം പോകുന്നു, ഇടയിലുള്ള ഇൻ്റർവെൽ എത്രയാണ്, പിന്നെ ഉള്ളതാണ് ഈ അമിതമായിട്ട് പോകുന്ന രക്തം എന്നുള്ളത് പലർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ തീരെ ഇല്ലാത്തതാണ്. അമിതമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് ആരോഗ്യമുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട്. അതെ നമ്മൾ അമിതമായിട്ട് പോകുന്ന എന്താന്ന് പോലും അറിയാത്തവരുണ്ടാവും. എന്താണ് നമ്മൾ ഈ അമിതമായി പോകുന്നത്? ഇപ്പോൾ ചിലപ്പോൾ 3-4 ദിവസമായിരിക്കും നമുക്ക് ബ്ലീഡിങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അമിതമായിട്ട് പോകുന്നതാണോ നോർമലായിട്ടാണോ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതാണ്.
അധിക സ്ത്രീകൾക്കും അതിനെപ്പറ്റി ഒരു അറിവില്ല. ഈ ഓവറായിട്ട് പോകുന്നത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കും. ഓവറായിട്ട് പോകുന്നത് നീണ്ടു നിൽക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു 8 ദിവസത്തേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അമിതമായിരിക്കും. അത് അമിതം എന്ന് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പം അധിക പേര് ഈ കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം ഞാൻ പറഞ്ഞ 80 ml ആണോ എന്ന് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാവും. 80 ml കൂടുതൽ പോകുന്നു. ഇനി തുണിയോ അല്ലെങ്കിൽ പാഡോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിറഞ്ഞു കവിഞ്ഞ ഒരു പാഡ് ഒരു 7 പാഡിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം മാറ്റുന്നുണ്ട്. 7 അല്ലെങ്കിൽ 5-6-7 പാഡിൽ കൂടുതൽ നമ്മളത് നിറഞ്ഞ് കവിഞ്ഞ പാഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വെച്ചിരിക്കുന്ന പാഡ് നിറഞ്ഞിട്ട് നമുക്കത് രാത്രി ഉറക്കത്തിന് ഇടയിൽ എണീറ്റ് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇല്ല, നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ നമ്മളെ ബെഡിൽ അത് സ്റ്റെയിൻ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ നൈറ്റ് സോയിലിംഗ് എന്ന് പറയാം. അങ്ങനെ വല്ലതും കാണുന്നുണ്ട്. ഇല്ല, നമ്മളെ ബ്ലീഡിങ്ങിൽ നമ്മൾ പാഡിലോ തുണിയിലോ കട്ടയായിട്ട് കാണുന്നുണ്ട്, ബ്ലഡിൻ്റെ ക്ലോട്ട്സ് കാണുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് പോകുന്നത് കാരണം നമുക്ക് അനീമിയ പറയുന്ന കണ്ടീഷൻ വരും. നമ്മൾ രക്തം പോവുകയാണ്. അപ്പം നമുക്ക് അനീമിയായിട്ട് നമ്മൾ ആ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ചില സൂചനകളുണ്ടാവും. നമുക്ക് സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട്, അമിതമായിട്ട് ക്ഷീണം വരിക, കിതപ്പ് അനുഭവപ്പെടുക, കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, ഇല്ലെങ്കിൽ നമ്മൾ മിടിപ്പ് അറിയുക. ഇതൊക്കെ നമ്മൾ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് അനീമിയ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. നമ്മൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ട്. അതാണ് നമുക്ക് ഈ അമിതമായ ക്ഷീണം വരിക. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, ക്ഷീണം പെട്ടെന്ന് വരിക, കിതപ്പ് വരിക. ഇതൊക്കെയാണ് നമ്മൾ ഹെവി ആയിട്ട് പോകുന്നുണ്ട്. അമിത രക്തസ്രാവം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത് അധികമായിട്ടാണോ പോകുന്നത്, നോർമലാണോ എന്നുള്ളതൊന്നുമില്ല. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ രാത്രി പാഡ് മാറ്റേണ്ടി വരിക, കട്ടയായിട്ട് പോവുക, ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ ആകുമ്പോഴും നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടത് ഉത്തമമായിരിക്കും. കാരണം ഇത് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എത്ര പോകുന്നുണ്ട്, ഇത് നോർമലാണോ എന്നുള്ളതിനെ പറ്റി ഒരു അറിവില്ലാത്തത് സ്ത്രീകളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതും അതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കും. ഭാവിയിൽ അത് ഇനിയിപ്പോൾ അതൊരു പ്രത്യേകമായി അമിതമായി പോകുന്നതൊക്കെ അധികവും ഈ ഗർഭപാത്ര സംബന്ധമായ മുഴകളൊക്കെ കാരണമായിരിക്കും. അപ്പോൾ അത് നമ്മളത് ഡോക്ടറെ കാണിക്കാതെ വെച്ചുകൊണ്ടിരിക്കും തോറും നമ്മൾ ഈ മുഴകൾ വളരുന്നുണ്ടോ, അത് ഏത് രീതിയിലാണ് വളരുന്നത്, എത്രത്തോളം നമ്മൾ ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട് എന്നുള്ളത് അറിയാതെ പോകുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം. സൈഡ് എഫക്ട്സ് വേറെ തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതെ നമുക്ക് ഈ ഒന്നാമത് ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതും വൈകി പോകുന്നത് കാരണമാവാറുണ്ട്. ഈ ക്രമം തെറ്റിയ ആർത്തവം വരാനുള്ള ഒരു കാരണം എന്താണ്? ആർത്തവം ക്രമം തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ മൂന്നായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഇപ്പം ഒന്നുകിൽ ലേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ക്രമം വെച്ച് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രഗ്നൻസിയാണ് നോക്കുക. നമ്മൾ ഗർഭിണിയാണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഗർഭിണിയാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ മാസം വന്നാൽ അടുത്ത മാസം, അതാണ് കോമൺ ആയിട്ട് കാണുക. അടുത്ത മാസം മുതൽ നമുക്ക് മാസക്കുളി വരുന്നില്ല, അതാണ് ഏറ്റവും കോമൺ. അത് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്കതൊരു ക്രമം തെറ്റിയ രീതിയിലാണ് വരിക. ഇച്ചിരി ബ്ലീഡിങ് വരും, പിന്നെ നിൽക്കും. അത് അധികവും ഈ ട്യൂബിലൊക്കെ ഗർഭിണി ആയിരിക്കുമ്പോൾ ഇങ്ങനെയായിട്ടായിരിക്കും വരിക. അടുത്ത മാസം കുളീൻ്റെ ഏകദേശം ഒരു ഇപ്പറയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞപാടോ ചെറിയൊരു 2 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും. മുന്തിരിക്കോള ഗർഭത്തിലും ഇതുപോലെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം നമ്മളത് മിസ് ചെയ്ത് പോകും. നമുക്ക് മാസക്കുളി പോലെ തന്നെ തോന്നും, പക്ഷെ അതൊരു ക്രമം തെറ്റിയ രീതിയിലായിരിക്കും. അപ്പം ആദ്യം നമ്മൾ ഈ ഗർഭിണിയാണോ, അത് നോർമൽ ഗർഭമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ട്യൂബിലെ ഗർഭമായിരിക്കും, അല്ലെങ്കിൽ മുന്തിരിക്കൊല ഗർഭമായിരിക്കും. ഇതൊക്കെ ക്രമം തെറ്റിയ ആർത്തവം. പിന്നെ ഉള്ളത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്, നമ്മുടെ ശരീരത്തിൽ വേണ്ട സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ഹോർമോണൽ ചേഞ്ചസ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതശൈലിയൊക്കെ കാരണം. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ്സ് കാരണം ഇതൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത്. സ്ട്രെസ്സ്, നമ്മുടെ ഭക്ഷണ രീതി പെട്ടെന്ന് മാറുമ്പോൾ, നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കുമ്പം അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ സ്ട്രെസ്സ്, അവരുടെ മെൻ്റൽ പ്രഷറൊക്കെ കാരണം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ടെൻഷൻ കൊണ്ട്, ഇതൊക്കെ കാരണം വൈകിയെത്താം. ആർത്തവം വൈകിയെത്താനാണ് കൂടുതൽ സാധ്യത. പിന്നെ നമ്മുടെ എക്സസൈസ് നമ്മൾ ഓവറായിട്ട് ചെയ്യുമ്പോഴും ഈ വണ്ണം കുറയുമ്പോഴും മെൻസ്ട്രൽ പ്രശ്നങ്ങൾ കാണും. ക്രമം തെറ്റാൻ കാരണമാണ്. എക്സസൈസ് ഇല്ലാതെ നമ്മൾ അമിത വണ്ണം വെക്കുമ്പോഴും മെൻസ്ട്രൽ ഇറർ, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ രോഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നതാണ് PCOD എന്ന് പറയുന്നത്.
PCOD നമ്മുടെ ഒരു ജീവിതശൈലി രോഗം പോലെ തന്നെയാണ്. 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഒന്ന് ഈ ക്രമം തെറ്റിയ ആർത്തവം കാണും. സ്കാനിങ്ങിൽ നമ്മൾ നോക്കുമ്പം ഈ അണ്ടാശയത്തിൽ കുമിള പോലെ കാണും. പിന്നെ നമ്മുടെ ശാരീരികമായ മാറ്റങ്ങളുണ്ട്. അമിതവണ്ണം ഉണ്ടാവും, കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവും. അതുപോലെ തന്നെ മെയിൽ പാറ്റേൺ ഹെയർ എന്നാണ് പറയുക. പുരുഷന്മാരെ പോലെ ഇച്ചിരി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അധികം നമ്മുടെ താടിയിൽ, മീശ, പിന്നെ നെഞ്ചിൻ്റെ അവിടെ, വയറിൻ്റെ അവിടെ, തൈ സൈഡിൽ, ഇങ്ങനെയാണ് അവരുടെ രോമ വളർച്ച ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളാണ് നമുക്ക്. അതിലേതെങ്കിലും 1-2 ഉണ്ടെങ്കിലാണ് നമ്മൾ PCOD എന്ന് പറയുക. അത് കാരണം ഉണ്ടാകുന്ന മാസക്കുളി ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ തൈറോയിഡ് കാരണം, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോയിഡ്. ആ ഹോർമോണിൻ്റെ കുറവ് കാരണമോ അല്ലെങ്കിൽ കൂടുതൽ കാരണമോ നമുക്ക് മാസക്കുളിക്ക് ബുദ്ധിമുട്ട് വരാം. പിന്നെ നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ട് തലച്ചോറിനകത്തൊരു ഗ്രന്ഥിയുണ്ട്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ പറയുന്ന ഒരു ഹോർമോൺ. അത് നമുക്ക് സ്ത്രീകൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ. അപ്പോൾ അത് അധികമായി ഇപ്പോൾ പിറ്റ്യൂട്ടറിയിലുള്ള ഒരു ട്യൂമർ കാരണം, എന്തെങ്കിലും ഒരു ഗ്രോത്ത് കാരണം, എന്തെങ്കിലും ഒരു ക്യാൻസർ പോലെയോ അല്ലാതെ അഡിനോമ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവും. അത് കാരണം ഒരുപാട് ആ ഹോർമോൺ റിലീസാവും. അത് കാരണം ക്രമം തെറ്റിയ ആർത്തവം വരാം. ഇതാണ് ഹോർമോണൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ രക്തക്കട്ട പിടിക്കാത്ത, അത് വളരെ അൺകോമൺ ആയിട്ട് വരുന്നതാണ്. അത് അധികവും ചെറിയ കുട്ടികൾക്കായിരിക്കും. മാസക്കുളി ആദ്യമായിട്ട് വരുമ്പോൾ അമിതമായിട്ട് പോകും. അപ്പം നമ്മൾ ഈ രക്തം കട്ട പിടിക്കാത്ത അസുഖങ്ങളുണ്ടാകും. നമ്മൾ കൊയാഗുലോപ്പതി എന്ന് പറയും. അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചിലപ്പോൾ അപ്പോഴായിരിക്കും കണ്ടുപിടിക്കുക. മാസക്കുളി തുടങ്ങുമ്പോൾ അത് നിൽക്കാതെ ഇങ്ങനെ കൂടുതലായിട്ട് ബ്ലീഡ്, അത് രക്ത കട്ട പിടിക്കാത്ത ഈ ബ്ലീഡിങ് ഡിസോർഡർ കൊയാഗുലോപ്പതി പറഞ്ഞിട്ട്, അത് ചെറുതിലേ നമുക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന സമയം കണ്ടുപിടിക്കാം. വളരെ അൺകോമൺ ആണ്. പിന്നെ എന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ഉണ്ടാവാം. പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ ഗർഭപാത്രത്തിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും. ഒന്നുകിൽ മുഴ, ഗർഭപാത്രത്തിൻ്റെ വായ്മുന, സർവിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെ യോനി ഭാഗം അവിടെ എന്തെങ്കിലും മുഴയായിട്ട് വരിക, അല്ലെങ്കിൽ ദശയായിട്ട്, പോളിപ്പ് എന്ന് പറയും. പിന്നെ നമ്മുടെ അവിടെ എന്തെങ്കിലും അൾസർ, ഇൻഫെക്ഷന്, മെയിനായിട്ട് മുഴകൾ, ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, ഇതൊക്കെയാണ് ഗർഭപാത്ര സംബന്ധമായ മുഴകൾ പറയുന്നത്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് ഉണ്ട്, തൊലിക്കട്ടി എന്ന് പറയുന്നത്. അത് കൂടുതലാവും. അതൊരു നോർമലായിട്ട് നിൽക്കണം ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്. അത് കൂടുതലായിട്ട് വരുമ്പോൾ അവിടുന്ന് ഷെഡിങ്, അതാണ് നമ്മൾ ഈ ഷെഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ മാസക്കുളിയുടെ സമയം. അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പോൾ അതും ഒരു മാസക്കുളിയുടെ ക്രമം തെറ്റലിന് കാരണമാവും. അതാണ് ഈ അധികവും നമ്മുടെ ഈ ക്യാൻസർ പോലെയുള്ള, അതങ്ങനെ കൂടി നമുക്ക് കട്ടി കൂടിയാണ് അത് വേറൊരു ഗ്രോത്തിലേക്കൊക്കെ പോകുക. അപ്പോൾ അതൊക്കെയാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റേജിലോട്ട് വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്, നമ്മൾ നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കാണിക്കണം ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ക്രമം തെറ്റുന്നതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞപാട് ബ്ലീഡിങ് കാണാം. ബന്ധപ്പെട്ട ഉടനെ നമ്മൾ എന്തെങ്കിലും ബ്ലീഡിങ് കാണുക. അല്ല എങ്കിൽ നമ്മൾ ഒരു മാസക്കുളിയായി അടുത്ത മാസക്കുളി ആവുന്ന ഇടയിൽ ഒരു 2 ദിവസമൊക്കെ ഒരു ചെറിയൊരു ബ്ലീഡ്, അല്ല ഒരു ദിവസം ഒരു സ്പോട്ടിങ്, അത് നമ്മൾ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് പറയും. 2 മാസക്കുളിയുടെ ആർത്തവത്തിൻ്റെ ഇടയിലുള്ള ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം 1-2 സ്പോട്ടിങ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ മാസക്കുളി നിന്ന ഒരാൾക്ക് 1 വർഷത്തോളം നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ മാസക്കുളി ആർത്തവം നിന്നു എന്ന് പറയുന്നത്. അങ്ങനെ 1 വർഷം നിന്ന് കഴിഞ്ഞ് ഒരു 50 വയസ്സ് 49 വയസ്സ്, ആ ഒരു ഏകദേശം ഒരു ആവറേജ് ചെയ്ത് നമ്മൾ 51 വയസ്സാണ് പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 1 വർഷം നിന്നു. 1 വർഷം നിന്നതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് വരുന്നത്, അത് നമ്മൾ എപ്പോഴും റെഡ് ഫ്ലാഗ് സൈൻ പോലെയാണ്. അതെപ്പോഴും നമ്മൾ കാണിക്കണം. കാരണം അതൊരു 10% ഗർഭാശയ സംബന്ധമായ ക്യാൻസർ കാരണമാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് എന്നാണ്, നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക. അത് നമ്മൾ അധികവും ചിലപ്പോൾ നമ്മളെ ഗർഭപാത്രത്തിൻ്റെ വായ്മുന, സെർവിക്സിലുണ്ടാകുന്ന എന്തെങ്കിലും പോളിപ്പോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ദശ പോലെയുള്ളത്, അല്ല അൾസറോ ഇൻഫെക്ഷനോ. പക്ഷെ അതും 1% നമ്മൾ ഈ സെർവൈക്കൽ ക്യാൻസർ പോലെ അതിൻ്റെ ഒരു സിംറ്റമാണ് ഈ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, നമ്മൾ വായ്മുനയിലുള്ള ക്യാൻസർ. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പം അത് നമ്മൾ അറിയാതെ പോകും. അപ്പോൾ ഇതാണ് നമ്മൾ റെഡ് ഫ്ലാഗ് ഇത് പറയുന്നത്. ഈ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്ങും പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്നാണ് നമ്മൾ മെൻസ്ട്രൽ പീരീഡ് നിന്നതിന് ശേഷം ബ്ലീഡിങ് വരുന്നത്. ഇതൊക്കെ നമ്മൾ നിർബന്ധമായും ഒരു ഡോക്ടറെ കാണിക്കുക. ചിലവരുണ്ട് നമ്മൾ മാസക്കുളി നിന്ന് 1 വർഷത്തിന് നിന്നു, എനിക്ക് 1 വർഷമായിട്ടില്ല, പക്ഷെ ഇടയ്ക്ക് 1-2 സ്പോട്ടൊക്കെ, ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. അത് നമ്മൾ ഒരിക്കലും കാര്യമാക്കാതിരിക്കുന്നത്. നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. കാരണം നമ്മളത് സ്കാൻ ചെയ്ത് നോക്കണം. ഗർഭപാത്രത്തിൻ്റെ തൊലിക്കട്ടി പറഞ്ഞ പോലെ നമ്മളൊരു കട്ട് ഓഫ് ഇടുന്നുണ്ട്, 4 mm എന്നാണ് പറയാറ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ബയോപ്സി ഇട്ട് നോക്കണം. അത് എപ്പോഴും ഒരു 10% ക്യാൻസർ ആവാനുള്ള സാധ്യതയാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും റൂൾ ഔട്ട് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഇത് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇപ്പം പലപ്പോഴും ചെറിയ കുട്ടികളിലേക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 വയസ്സ് 9 വയസ്സ്, മുൻകാലങ്ങളിൽ പറഞ്ഞു കേട്ടത് ഒരു 14 വയസ്സ് 13 വയസ്സ് ആ ഒരു ഏരിയയിലും. ആ ഒരു വ്യത്യാസം
ഈ ക്രമം തെറ്റിയ ആർത്തവത്തിൽ പിന്നീട് അവർക്ക് ബാധിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ? മാത്രമല്ല ഈ നേരത്തെ ഇങ്ങനെ ഉണ്ടാവാനുള്ളൊരു കാര്യവും കൂടി. സാധാരണയായിട്ട് നമ്മൾ 8 to 13 പ്യൂബർട്ടൽ ചേഞ്ചസ് ആണ് പറയുന്നത്. ബ്രസ്റ്റും നമ്മുടെ ഹെയർ ഗ്രോത്തും ഒക്കെ പറയുന്നത്. അത് വന്ന് ഒരു 2 വർഷത്തിന് കഴിഞ്ഞിട്ടാണ് മാസക്കുളി വരിക എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ ഒരു കുട്ടിക്ക് നമ്മൾ നേരത്തെ മാസക്കുളി ആവാന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ബ്രസ്റ്റ് ഡെവലപ്മെന്റും ഈ ഹെയർ ഗ്രോത്തും ഒക്കെ എത്ര വയസ്സിനായി എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പറയുക. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയില്ല. 8 വയസ്സിന് മുന്നേ ഈ പ്യൂബർട്ടൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഡോക്ടറെ കാണിക്കണം. അത് നമുക്ക് എന്തെങ്കിലും ഈ തലച്ചോറിലെ ഗ്രന്ഥികൾ, ഈ ഹോർമോണൊക്കെ ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് എന്തായാലും ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ആർത്തവം എന്ന് പറയുന്നത് നമ്മളൊരു 13 വയസ്സായിട്ടും നമുക്ക് ബ്രസ്റ്റ് അങ്ങനെ ഒരു വലിയ സ്ത്രീകളിലേക്ക് വരുന്ന ചേഞ്ചുകൾ ഉണ്ടാവും. നമ്മുടെ രോമ വളർച്ച, അതുപോലെ തന്നെ ബ്രസ്റ്റ് ചേഞ്ചസ് ഒക്കെ അത് നമുക്ക് വന്നു എന്നിട്ടും ഒരു 15 വയസ്സായിട്ടും പീരീഡ്സ് വരുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ബ്രസ്റ്റ് ഇതൊന്നും വരുന്നില്ല, പീരീഡ്സും വരുന്നില്ല, ഒരു 13 വയസ്സ്, ഇതാണ് നമ്മൾ 13-15 അതാണ്. ഈ ബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് 15 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. 15 വയസ്സായിട്ടും പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കാണിക്കണം. 13 വയസ്സായി കുട്ടിക്ക് ബ്രസ്റ്റ് പോലത്തെ അവയവങ്ങളൊന്നും അതൊന്നും വരുന്നില്ല, ഒരു വലിയ സ്ത്രീകളിലേക്ക് വരുന്ന ചേഞ്ചസ് ഒന്നും വരുന്നില്ല, പീരീഡ്സും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. ഇതാണ് ആ ഒരു പ്യൂബർട്ടി ഏജിലെ ആ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയിലെ സിഗ്നിഫിക്കൻസ്. 8 വയസ്സിന് ശേഷം ഇങ്ങനെ വന്നാലും അത് 8 to 13 നമ്മൾ ആ കട്ട് ഓഫ്. ആവറേജ് ആണ് ഒരു 11-12, അത് കുഴപ്പമില്ലാത്തതാണ്. നമ്മൾ ആൺകുട്ടികൾക്കാണ് 9, അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു കട്ട് ഓഫ് ഇടുന്നത്. 8 വയസ്സിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും ഭക്ഷണ രീതികൾ വിഷയമായിട്ടാണെന്ന് പൊതുവെ ആളുകൾ പറയും. ഇപ്പം ചില ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നു, ഈ ചിക്കൻ പോലെയുള്ള ഐറ്റംസ് പെൺകുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത് കാരണം നമ്മൾ അങ്ങനെയില്ല. സ്റ്റീറോയിഡ് ആണ് നമ്മൾ പറയുന്നത്. ചിക്കൻ നമ്മൾ വേവിച്ചൊക്കെ കഴിക്കുമ്പോൾ സ്റ്റീറോയിഡ് നമ്മൾ അകത്ത് പോകുന്നതൊക്കെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മുടെ മിക്കവാറും ഈ സെഡൻഡറി ലൈഫൊക്കെ കുറച്ച് എഫക്റ്റ് ചെയ്യും. ഇപ്പം പിള്ളേരുടെ പുറത്തിറങ്ങി കളിക്കുന്നതും ഈ ഓടിക്കളിക്കുന്നതും ചാടിക്കളിക്കുന്നതും ഒക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ ആ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം, നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്ന കാരണം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കുറച്ചും കൂടി, നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോസസ്ഡ് ഫുഡും കാരണമാണ്. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് വരുമ്പോഴാണ് നമുക്ക് അധികം ഹോർമോണൽ പ്രശ്നം വരാം. അപ്പം നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്, നമ്മുടെ ഈ ബർഗർ, അതിലൊക്കെ വരുന്ന പ്രോസസ്ഡ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവില്ല, നോൺ റിഫൈൻഡ് ആയിട്ടുള്ള, അത് പോകുമ്പോഴാണ് നമുക്ക് ഈ ഹോർമോണൽ ബുദ്ധിമുട്ടുകൾ വരിക. അതിലാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ചിക്കനല്ല നമ്മുടെ അധികം ഈ ഔട്ട്സൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, അതിനോടാണ് നമ്മൾ ബേക്കറി ഐറ്റംസ് പിന്നെയും പണ്ട്, പക്ഷേ ഈ ഔട്ട്സൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇതിലോട്ട് കൂടുതലായിട്ട് വരുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോർമോണൽ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ച്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. അതാണ് ഈ PCOD പോലെയുള്ള അസുഖങ്ങളിലും ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ആണ് വരുന്നത്. അതാണ് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത്. അപ്പം നമ്മൾ അധികവും ഈ പ്രോസസ്ഡ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യേണ്ടത്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, മില്ലറ്റ്സ് ഒക്കെ. പക്ഷെ നമ്മൾ അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്സ്, പുറത്തത്തെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെയാണ് കുട്ടികളിൽ ഈ അധികവും മാസക്കുളിയുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികൾ ഇതാക്കേണ്ട. പിന്നെ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഇപ്പം പുറത്തിറങ്ങി കളിക്കുന്നത്, നമ്മളുടെ ആ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചും കൂടി പിള്ളേരിൽ കുറവാണ്. അതും ഒരു കാരണമാണ് നമുക്ക് മാസക്കുളിയുടെ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും. കുറേ മൊബൈലുകളിലാണ് എല്ലാവരും ഒതുങ്ങിയിരിക്കുന്ന കുട്ടികൾ. നമ്മളൊരു മാസക്കുളി തുടങ്ങി ഒരു ആദ്യത്തെ 2 വർഷം എപ്പോഴും അത് ക്രമം തെറ്റിയിട്ട് തന്നെ ആയിരിക്കും. കാരണം അതൊരു സാധാരണ സ്ത്രീകളിലേക്ക് മെച്യൂർ ആവാൻ സമയമെടുക്കും. നമ്മുടെ തലച്ചോറിൽ, ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണ് നമ്മുടെ അണ്ടാശയത്തിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് നമുക്ക് മാസക്കുളി വരുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെയാണ്. അതൊരു മെച്യൂരിറ്റി ആവാൻ ഒരു സമയമെടുക്കും. അതൊരു നമ്മൾ യൂഷ്വലി പറയുന്നത് 2 വർഷമാണ്. മാസക്കുളി ആയി ഒരു ആദ്യത്തെ 2 വർഷം എപ്പോഴും ഇറഗുലർ ആയിരിക്കും. അധികം നമ്മുടെ OP-യിൽ പേഷ്യൻസ് വരെ മാസക്കുളി ആയി, പക്ഷെ 1 മാസം ആവും, പിന്നെ ഒരു 3-4 മാസം ആവില്ല, പിന്നെ ഒരു 2 മാസം ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നാൽ പിന്നെ 15 ദിവസം 16 ദിവസം. അപ്പം നമ്മൾ അത് കാരണമുള്ള ബുദ്ധിമുട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ഓവറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാറില്ല. ഹോർമോൺ ഗുളികയൊക്കെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാറില്ല. കാരണം ആദ്യത്തെ ഒരു 2 വർഷം ഇത്തിരി അങ്ങനെ ആയിരിക്കും. മെച്യൂരിറ്റി ആവണം അവർക്ക് ആ ഒരു ഹോർമോൺ. പിന്നെ ഒരു അഡോളസൻ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ വല്ലാതെ കറക്റ്റ് ചെയ്യാൻ പോലും. നമ്മൾ അധികം ഈ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ചേഞ്ചസ് പറയുന്നത്. PCOD പേഷ്യൻസിനാണെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ. ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഒരു 1 hour എക്സസൈസ് പറയും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കാർബോഹൈഡ്രേറ്റ് കട്ട് ഡൗൺ ചെയ്യാൻ പറയും, റിഫൈൻഡ് ഷുഗേഴ്സ് കട്ട് ഡൗൺ ചെയ്യാൻ പറയും, ബേക്കറി കട്ട് ഡൗൺ ചെയ്യാൻ പറയും. നമ്മൾ സ്ത്രീകളായതുകൊണ്ട് അധികം അതൊന്ന്
ശ്രദ്ധിക്കില്ല, ഭക്ഷണ രീതികൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. നമ്മൾ വീട്ടിലെ പണികളൊക്കെ സാധാരണ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കുകയാണല്ലോ, അതിൽ കൂടുതൽ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്നില്ല എന്നുള്ളത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും അറിയണില്ല. അതെ, അത് നമ്മൾ അമിത വണ്ണം കുറയ്ക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ബാലൻസും നമ്മളെ മെന്റൽ ബാലൻസിനും ഒക്കെ നല്ലതാണ്. സ്ത്രീകളിൽ ഈ പീരീഡ്സ് മാസം കറക്റ്റ് വരുന്നത് ഒരു ഹോർമോണൽ ബാലൻസ് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറിന് റിലീസ് ചെയ്യുന്നു, അത് നമ്മൾ അണ്ടാശയത്തിൽ എഫക്റ്റ് ചെയ്യുന്നു, അണ്ടാശയത്തിൽ നിന്ന് അത് പോയിട്ട് ഗർഭപാത്രത്തിൽ എഫക്റ്റ് ചെയ്യുന്നു, ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് പുറത്തേക്ക് വരുന്നു. ഇതൊരു മാസം കറക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത്രയും ബാലൻസിലാണ് അത് പോകുന്നത്. അത് അതിനൊരു വ്യതിയാനം സംഭവിക്കാൻ ചെറിയ കാര്യങ്ങൾ മതി, ചെറിയ വീട്ടിലെ സ്ട്രെസ്സ് മതി, ചെറുതായിട്ട് നമുക്കൊന്ന് ഭക്ഷണത്തിൽ ഒരു മാറ്റം മതി. അപ്പം ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരും. അതാണ് ഞാനീ പറഞ്ഞ 24-38 ദിവസം ഗ്യാപ്പൊക്കെ വരുന്നത്, 8 ദിവസം വരെ ബ്ലീഡിങ് കുഴപ്പമില്ല. അതിലപ്പുറം വരുന്നതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ ക്രമം തെറ്റി വരുന്നതിനുമുള്ള ട്രീറ്റ്മെന്റ് ഇതേ രീതിയിൽ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? ക്രമം തെറ്റുന്ന രീതിയിൽ നമ്മൾ ആദ്യം ആളുടെ ക്രമം എങ്ങനെയാണ് അത് ഓരോ രീതി, ഇപ്പോൾ തൈറോയിഡിനാണെങ്കിൽ ഇന്ന രീതിയായിരിക്കും, ഹോർമോണൽ പ്രശ്നമാണെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും ക്രമം തെറ്റ്. നമുക്ക് ഏകദേശം അതിലെ ഹിസ്റ്ററി വൈസാണ് നമ്മൾ ആളുടെ ക്രമം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ഗർഭപാത്രത്തിൻ്റെ മുഴ കാരണമുള്ളതാണോ, പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് കോയിറ്റൽ ഈ ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിങ്, മാസക്കുള്ളിൽ നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്, ഇതൊക്കെ നമ്മൾ ആ ഹിസ്റ്ററി വെച്ച് നമുക്ക് ഏകദേശം ഒരു കാരണം മനസ്സിലാവും, ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഉള്ളു പരിശോധിച്ച് നോക്കും, യോനി ഭാഗം എന്തെങ്കിലും മുറിവോ അൾസർ പോലെയോ അങ്ങനെ ദശ പോലെയോ എന്തെങ്കിലും കാരണമാണോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ വായ്മുനക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതാണ്. നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റൊക്കെ നമ്മളെ കൂട്ടത്തിൽ വളരെ കുറവാണ് ചെയ്യുന്നത്. പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നതാണ്. അത് ഗർഭപാത്രത്തിൻ്റെ വായ്മുന നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം കൂടുമ്പം ചെയ്യണം എന്നാണ് സ്ത്രീകൾ. കാരണം അത് ഏറ്റവും പ്രിവെൻറ്റബിൾ ക്യാൻസറാണ്. ക്യാൻസർ വരാതിരിക്കാൻ ഒരുപാട് കാര്യം ഉള്ളതാണ് ഈ സെർവൈക്കൽ ക്യാൻസർ. നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ 5 വർഷം സ്ക്രീൻ ചെയ്യണം. നമ്മളൊരു പാപ്സ്മിയർ ടെസ്റ്റ് എന്നാണ് പറയുക. അത് നമുക്ക് അവിടെ ഗർഭപാത്രത്തിൻ്റെ വായ്മുന നോക്കാം. പിന്നെ നമുക്ക് ഉള്ളു നോക്കി ഗർഭപാത്രത്തിൻ്റെ സൈസ് നോക്കാം, എന്തെങ്കിലും മുഴയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, അണ്ടാശയ മുഴകളുണ്ടോ, ഇതൊക്കെ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ ക്ലിനിക്കലി നോക്കിയിട്ടാണ് നമ്മളിതാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തിട്ട് ഗർഭപാത്രത്തിൻ്റെ ഈ ലൈനിങ് നോക്കാം, തടിപ്പുണ്ടോ നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ PCOD പോലത്തെ ഫീച്ചേഴ്സാണ് തോന്നുന്നതെങ്കിൽ നമ്മളത് ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഈ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, സ്ത്രീകളിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് ഭയങ്കര ലാക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ 24 hour ചെയ്യുകയാണ് എന്നൊരു തോന്നലാണല്ലോ സ്ത്രീകൾക്ക്. അപ്പം അതിൽ ചേഞ്ചസ് വരുത്തണോ, അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു 1 hour നമ്മൾ എന്തെങ്കിലും ഒരു സൈക്ലിംഗ് ആണെങ്കിലോ നടത്തമാണെങ്കിലോ അതാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഈ അടിച്ചു വരുന്നത് തുടയ്ക്കുന്നത് അല്ല എന്നുള്ളത് ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക്. അപ്പോൾ അത് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ. പിന്നെ നമ്മൾ ഹോർമോണൽ അല്ലാത്ത ഗുളികകൾ കൊടുക്കും. ചെറിയ കാരണമാണെങ്കിൽ 2-3 ദിവസം ബ്ലീഡിങ് നിൽക്കാനുള്ളതാണെങ്കിൽ. ഇനി ഹോർമോണലിൻ്റെ പ്രശ്നമാണ് PCOD, ഈ ആർത്തവം നമുക്ക് ഒരുപാട് അമിതമായിട്ട് ലേറ്റായിട്ട് വരികയാണെങ്കിൽ നമ്മളത് ഹോർമോണൽ ഗുളികകൾ മാസം കൊടുത്ത് അത് റെഡിയാക്കി കൊണ്ടുവരും. ഇതും അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ മുഴകളും ദശകളൊക്കെ ആണെങ്കിലാണ് നമ്മൾ അതിനെ സർജിക്കലി നമ്മളത് മുഴകളായിട്ടോ അല്ലെങ്കിൽ ഗർഭപാത്രം മൊത്തത്തായിട്ടോ നീക്കേണ്ടി വരും. പിന്നെ ഒരു 40-45 വയസ്സിൻ്റെ മേലെയുള്ളവർക്ക് ഇതുപോലെ മാസം തെറ്റി ക്രമക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ബയോപ്സി ചെയ്യും. ഈ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് എന്നാണ്, നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് നമ്മൾ അവിടുന്ന് ചുരണ്ടി ഇച്ചിരി ടെസ്റ്റിന് എടുക്കുക. അത് ഒന്നാമത് നമുക്ക് അവിടെ ഓവർ ഗ്രോത്ത് വരുമ്പോഴാണ് നമ്മൾ ക്യാൻസർ പോലത്തെ പ്രീ ക്യാൻസറസും ക്യാൻസർ പോലെയും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ ബയോപ്സി എടുക്കുന്നത്. അത് ഈ 40-45 മേലുള്ളവർക്ക് ക്രമം തെറ്റിയ ആർത്തവം ഉണ്ടെങ്കിൽ, അവർക്ക് പ്രത്യേകമായിട്ട് അമിത ഭാരമുണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം, അതും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായി ഈ ബയോപ്സി എടുക്കണം. കാരണം അത് ഈ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടിരിക്കുക. അപ്പോൾ ബയോപ്സി എടുത്തിട്ട് നമ്മൾ ആ ടെസ്റ്റിന് അയച്ചിട്ട് അത് നോർമലാണോ ഒന്നും കൂടി നോക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ അതിന് കാരണത്തിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ ഈ ആർത്തവം, ക്രമം തെറ്റിയ ആർത്തവം ഈ പ്രഗ്നൻസി ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ശരിക്കും പ്രഗ്നൻസി ആയിട്ട് കണക്ഷൻ ഒന്ന്, പ്രഗ്നൻസിയിൽ നമ്മൾ മാസക്കുള്ളിൽ തെറ്റാണ് ചെയ്യുന്നത്. ഒരു മാസം കറക്റ്റ് വന്നത് നമുക്ക് അടുത്ത മാസം വരാതിരിക്കുക, അതാണ് സാധാരണ പ്രസവത്തിൽ വരുന്നത്. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് എക്ടോപിക്, നമ്മൾ ട്യൂബിലെ ഗർഭമാവുക, ഇല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി, മുന്തിരിക്കുല ഗർഭം. ഇതിൽ നമുക്ക് ബ്ലീഡിങ് ആയിട്ട് തന്നെ ആയിരിക്കും ആൾ വരിക. ചിലപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഇച്ചിരി ബ്ലീഡിങ്, അതുപോലെ തന്നെ വയറുവേദന പറയും. മുന്തിരിക്കുല ഗർഭമാണെങ്കിൽ അങ്ങനെ വെസിക്കിൾ പോലെയൊക്കെ പോകും.
അപ്പോൾ അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലേ ശരിക്കും. അപ്പോൾ ഈ ഒരു ആർത്തവം നിൽക്കുന്ന ഇപ്പം കണ്ടിന്യൂസ് പോകുന്നിടത്ത് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്ത് നമുക്കത് ഹോർമോണലും ഉണ്ട് അല്ലാതെയും ഉണ്ട്. നമ്മളത് ട്രെനക്സമിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് 3 ദിവസത്തേക്ക് തൽക്കാലം കൊടുക്കും. ഇല്ല അത് ഹോർമോണലായിട്ട് നമ്മളൊരു 21 ദിവസത്തെ ഗുളികയായിട്ട് കൊടുക്കാം, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കോപ്പർട്ടി പോലെ ഉള്ളിലേക്ക് ഗർഭാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കുന്ന ഡിവൈസായിട്ട്, അതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റിലീസ് ചെയ്തോളും. ഒരു 3 വർഷം 5 വർഷമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. ഈ ക്രമം തെറ്റിയായിട്ട് വരികയാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്കൊരു 5 വർഷത്തേക്ക് കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ല. സൈഡ് എഫക്ട്സ് കുറവാണ്. അതിൻ്റെ ഉള്ളിൽ അത് റിലീസ് ചെയ്യണം. നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്നതൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയായിട്ടും നമുക്കത് ട്രീറ്റ് ചെയ്യാം. നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. ഓവർ പോകുന്നത് നമ്മൾ ആദ്യം ഗുളിക വെച്ച് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇത് ഇടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ കൂടെ ഇത് തിരിച്ചു വരുന്നുണ്ട്. ഇത് ഈ ബ്ലീഡിങ് ഇപ്പം ലേറ്റ് ആവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ ചെയ്യാണോ ചെയ്യുന്നത്? അതെ, നമ്മളത് എന്തുകൊണ്ടാണെന്ന് ആദ്യം നോക്കും. നമ്മൾ ഈ ലേറ്റ് ആവുന്നത് അധികവും ഒന്നുകിൽ പ്രഗ്നൻസി ആണോ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾ തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയ്ഡ് കറക്റ്റ് ചെയ്യാം. PCOD ആണെങ്കിൽ നമ്മൾ PCODക്കാർക്ക് അധികം നമ്മളങ്ങനെ കറക്റ്റ് ചെയ്യേണ്ട. അതിൻ്റെ സിംറ്റം പോലെയാണ്. 2 മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി എന്നാണ് PCODക്ക്. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും. പിന്നെ 2 മാസത്തായിട്ടും വന്നില്ലെങ്കിലാണ് നമ്മൾ മരുന്ന് കൊടുത്ത് പീരീഡ്സ് വരുന്നത്. കാരണം ഈ ഗർഭപാത്രത്തിന് തൊലിക്കട്ടി കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഷെഡ് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് ഈ അമിതമായിട്ട് വളർന്ന് ക്യാൻസർ പോലെയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ PCOD. അപ്പോൾ നമ്മളത് ഷെഡ് ചെയ്യിക്കണം. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു 51 വയസ്സിൽ ആർത്തവ വിരാമം. അപ്പോൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. പല സ്ത്രീകളും പലപ്പോഴായിട്ട് സംസാരിക്കുന്നതും ചിലപ്പോഴൊക്കെ സംശയങ്ങളായിട്ട് പലരോട് ചോദിക്കുന്നതൊക്കെ ആയിട്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമാണിത്, ആർത്തവ വിരാമം. ശരിക്കും അത് അവരുടെ ലൈഫിനെ, സെക്ഷുവൽ ലൈഫിനെയോ അവരുടെ നോർമൽ ലൈഫിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട്? അതെ, ഇത് നമ്മൾ തീരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് അവർ കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നമായിട്ടാണ് അധിക പേരും. കാരണം അവർക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യുന്ന, അവരോട് നമ്മളൊരു തെറ്റ് ചെയ്യുന്ന പോലെയാണ്. സമൂഹവും കുടുംബവും എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്ന പോലെയാണ്. കാരണം അതൊരു നോർമൽ പ്രോസസ്സാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത്രയും കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹോർമോൺ, നമ്മളെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതാണ് ആർത്തവ വിരാമം. നമ്മുടെ അണ്ടാശയം എല്ലാ മാസവും ഓരോ അണ്ടം ഉണ്ടാക്കുന്നു, അത് നിന്ന് പോകുന്നു. അത് ക്രമേണ ഏജ് അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നു. അത്രയും കാലം നമ്മളൊരു ഹോർമോണിലാണ് നമ്മളുടെ മാനസികാവസ്ഥ, നമ്മുടെ ശാരീരിക ആരോഗ്യം കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതൊരു പ്രൊട്ടക്റ്റീവാണ്. കാരണം ഈ മാസക്കുളിയുള്ള സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അതുകൊണ്ടാണ് കുറവ്. ഈ ഒരു 50 വയസ്സിന് മുന്നേ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വളരെ കുറവാണ്. ഈ ഹോർമോണൽ എഫക്റ്റ് ആണത്. നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മുടെ ആ ഈസ്ട്രജൻ ഹോർമോൺ, നമ്മളുടെ മാസം നമുക്ക് വേണ്ട ഹോർമോണിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഒരു കാലം നമുക്കത് ഇല്ലാണ്ടാവുകയാണ്. നമ്മുടെ ശരീരത്തിൽ അത്രയും കാലം നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇല്ലാതാവുന്നതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. മൂഡ് ചേഞ്ചസ് നമുക്ക് 2-3 നമ്മൾ ജെനൈറ്റോ യൂറിനറി സിംറ്റംസ്, ഓസ്റ്റിയോപൊറോസിസ്, മൂഡ് സ്വിങ്സ്, വാസോമോട്ടോ സിംറ്റംസ്, ഇങ്ങനെയൊക്കെയാണ് അതിന് പറയാം. മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ കളിയാക്കി പോലും പറയണ അങ്ങനെയാണ്. മെനോപോസൽ മൂഡാണ്. നമ്മളൊരു സ്ത്രീ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പെരുമാറിയോ, അതിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിയാക്കി പറയാതാണ് മെനോപോസൽ മൂഡാണ്. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യും. നമ്മൾ പെട്ടെന്ന് മൂഡ് പ്രശ്നം വരും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ കാര്യത്തിന് കരച്ചിൽ വരും, ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് വിഷമം വരും. ഇതൊക്കെ നമുക്ക് ആ ഹോർമോൺ, നമുക്ക് വേണ്ട അത്രയും കാലം നമ്മളെ പോസിറ്റീവാക്കി വെച്ചിരിക്കുന്ന ഹോർമോൺ ഇല്ല നമ്മുടെ ശരീരത്തിൽ. അത് മൂഡ് സ്വിങ്സ് ആയിട്ട് വരും. വാസോമോട്ടോ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കണം, നമുക്ക് പെട്ടെന്ന് ഭയങ്കര ചൂട്, ഭയങ്കര ഉഷ്ണം, ശരീരം മൊത്തം ചുവന്ന് ഇതാക്കുക, നമുക്ക് വേർത്തൊലിക്കുക, രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഒരുപാട് ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വേർത്തൊലിക്കുക, ഇതാണ് നമ്മൾ വാസോമോട്ടോ സിംറ്റംസ്. ജെനൈറ്റോ യൂറിനറി സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇച്ചിങ്, വജൈനയിൽ എപ്പോഴും ചൊറിച്ചിൽ, ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട്, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ജെനൈറ്റോ യൂറിനറി. പിന്നെ നമുക്ക് എല്ല് തേയ്മാനം, അതൊക്കെ കൂടുതലാണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരിലും കോമൺ ആയിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു 2-3 വർഷം കൂടുതലായിരിക്കും അത്. അപ്പം നമ്മൾ ഇവിടെ അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ ഇത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. മെനോപോസൽ ക്ലിനിക്കിൽ നമുക്ക് അവർക്ക് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ്മെൻറ്റും ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ആരും ഇവിടെ ഇതൊരു നോർമൽ കാര്യമാണ്, നെഗ്ലക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. നമുക്കതിന് നമ്മളെ ശരീരത്തിൽ ഹോർമോൺ ഇല്ല. അപ്പോൾ ഇത് കൂടുതലായിട്ട് അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നോർമലായിട്ട് കുറച്ച് പേർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ്. പക്ഷേ ഇത് കാരണം വളരെയധികം അസ്വസ്ഥത കാണിക്കുന്നവർക്ക് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇല്ലാത്ത ഹോർമോൺ നമുക്കത് സപ്ലൈ ചെയ്യാം. ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളതൊരു വലിയൊരു നെഗറ്റീവ് അല്ല, നമ്മളത് തീരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം നമുക്ക് എന്താണോ സിംറ്റംസ് അതിനനുസരിച്ച് ഒരു 2-3 വർഷം മതി. കാരണം നമുക്കിപ്പം ഉണ്ടാവുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ നമ്മൾ ശരീരത്തിൽ ഇത്ര രക്തത്തിൽ ഇരിക്കുന്ന ഹോർമോൺ പെട്ടെന്ന് ഇല്ലാതാവണം. അപ്പം നമുക്കത് ഗുളികയായിട്ട് കഴിക്കാം, പാച്ചസ് ആയിട്ട് വെക്കാം, ഇഞ്ചെക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാം, മാസം വേണം ഡെയിലി കഴിക്കാം, നമ്മുടെ ഡെർമൽ പാച്ചസ് ആയിട്ട് വെക്കാം. ഇതൊക്കെ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കും അത്ര കോമൺ ആയിട്ട് പലർക്കും അറിയില്ല. നെഗ്ലക്റ്റഡ് ആണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്. നമ്മൾ ബോൺ ഹെൽത്തിന് വേണ്ടി അത് നല്ലതാണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിൽ കണക്കാക്കുന്നത് 51 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, അതൊരു പ്രൊസീജിയർ ആണ്, നിന്നു കഴിഞ്ഞു, ഇനി എന്റെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെ തീരുമാനിക്കപ്പെട്ടു അല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല സ്ത്രീകളും കാണിക്കുകയില്ല. അധിക സ്ത്രീകളും വന്ന് ബുദ്ധിമുട്ട് പറയും. ഈ ഷോർട്ട് ഫ്ലഷസ് അവർക്ക് തീരെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും രാത്രി ഉറങ്ങാൻ. അത് നമുക്ക് ഇതുപോലെ മാസം ഗുളിക കൊടുക്കാം. അത് നമുക്ക് അതിനനുസരിച്ച് അതിന്റെ ഫോളോ അപ്പിൽ വെക്കാം. സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇല്ല എന്നല്ല, സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പം അത് ആളുടെ കോമോർബിഡ്, ഇപ്പം ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണ് നമ്മൾ അധികം പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഓൾറെഡി എന്തെങ്കിലും ഒരു കാർഡിയോവാസ്കുലർ, എന്തെങ്കിലും ഒരു ഹാർട്ട് ഡിസീസ്, അങ്ങനെ നമ്മൾ അതിന്റെ കോമോർബിഡിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമ്മൾ ജനറലി കൊടുക്കാറില്ല. 51 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആരോഗ്യത്തിന് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. ചില ആളുകൾക്കാണ് ഇത്തരം ഷുഗർ, നമ്മൾ പിന്നെ ഒബിസിറ്റി, ഒരുപാട് തടിയുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതാണ് മെയിൻ പ്രശ്നം. ഈ ഹോർമോണൽ ഗുളികയിൽ നമ്മൾ രക്തം കട്ട പിടിച്ച് സ്ട്രോക്ക് അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഇത് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കാൽഷ്യം വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഗുളികകൾ ഹോർമോണലുണ്ട്, നോൺ ഹോർമോണലും ഉണ്ട്. ഹോർമോണൽ അല്ലാത്ത ഗുളികകളും ഉണ്ട്, സപ്ലിമെന്റ്സ് പോലെ. അത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ രക്തം കട്ട പിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ കൂടുതലായിട്ട് ഈ മൂത്രം ഒഴിക്കുന്ന ഏരിയയിൽ ഭയങ്കരമായിട്ട് ഇച്ചിങ്, അവിടെ ഡ്രൈ ആവാണ്, അവിടെ വേണ്ട ഹോർമോണാണ് നമുക്കത്. അപ്പോൾ അവർക്കത് ഡ്രൈ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോൾ പഴുപ്പ് വരിക, അല്ലെങ്കിൽ അവിടെ ഇച്ചിങ്, ചൊറിച്ചിൽ, വെള്ളപ്പോക്ക്, ഇതൊക്കെ. ഇത് നമുക്ക് കഴിക്കണമെന്നില്ല. അവിടെ തേക്കുന്ന ക്രീമുകളുണ്ട്, ഈസ്ട്രോജൻ ക്രീമുകളുണ്ട്. സെക്ഷൽ കോണ്ടാക്റ്റിൽ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് ഈ ഡ്രൈനെസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഈസ്ട്രോജൻ ക്രീംസ് കൊടുക്കാം. അതിന് സൈഡ് എഫക്റ്റ് കാര്യമായിട്ടില്ല, കാരണം നമ്മൾ അവിടെ ലോക്കൽ ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഏരിയകളാണ്. പിന്നെ നമുക്ക് ബോൺ ഹെൽത്ത് കുറവായിരിക്കും അവർക്ക് ഈസ്ട്രോജൻ. അപ്പോൾ പെട്ടെന്ന് തേയ്മാനം, എല്ല് തേയ്മാനം, മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് സ്ത്രീകളിലുണ്ട്. അത് തേയ്മാനം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ്സ്, ഈസ്ട്രോജൻ കൊടുക്കുന്ന ഹോർമോണൽ അല്ലാത്ത നമുക്ക് കുറേ ബോൺ ഹെൽത്തിന് വേണ്ടി വേറെയും കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ബിസ്ഫോസ്ഫനേറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അവർ അങ്ങനെ ഒരു ക്ലിനിക്കിൽ വരുന്നില്ല. വളരെ കുറവുള്ള ആൾക്കാരാണ് ഈ വാസോമോട്ടർ സിംറ്റംസ് ആയിട്ട് വരും. രാത്രി ഉറങ്ങാൻ പറ്റില്ല അവർക്ക്. പിന്നെ ഈ ഡ്രൈനെസ്, ഭയങ്കര ഇച്ചിങ് ഡ്രൈനെസ്, അപ്പോൾ അത് വളരെ കുറവാണ്. ബാക്കിയുള്ളവർ അധികം ഈ പലരും ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് പുറത്തെല്ലാതും അവർക്കൊരു ക്ലിനിക്ക്, അവർ ഡെയിലി അത് മന്ത്ലി ഫോളോ അപ്പ് ചെയ്യും. അത് നമുക്ക് മന്ത്ലി ഫോളോ അപ്പ്, 3 മന്ത് ഫോളോ അപ്പ്, 6 മന്ത് ഫോളോ അപ്പിൽ അങ്ങനെ നമുക്ക് അവരെ കൊണ്ടുപോകും. ഇവിടെ അധികം ബോധവാന്മാരല്ല തോന്നുന്നു. ഡോക്ടർ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മളത് ചർച്ച ചെയ്തതും വലിയൊരു പോയിന്റ്സ് ആണ്. നമ്മൾ ഈ മെനോപോസൽ ഏജ് ഗ്രൂപ്പിന് നമ്മൾ അവര് സോഷ്യലി നമ്മൾ ഇപ്പൊ അത് മെഡിക്കൽ ഇതാണെങ്കിലും നമ്മൾ ഒരു കളിയാക്കുന്ന വേർഡാണ് മെനോപോസൽ മൂഡ് എന്നുള്ളത്. പ്രായമായി, അത് അവർക്ക് പ്രായമായതുകൊണ്ട് ദേഷ്യം അതാണ് എല്ലാവരും പറയുന്ന 50 വയസ്സ് കഴിഞ്ഞാൽ പ്രായമായി. സത്യത്തിൽ അങ്ങനെ അല്ലല്ലോ അല്ലേ? അത് നമ്മളൊരു സമൂഹത്തിലാണെന്ന് തോന്നുന്നു ഇത്രത്തോളം അങ്ങനെ കണക്കാക്കുന്നത്. ബാക്കി എല്ലായിടത്തും വീണ്ടും അവരുടെ ആരോഗ്യം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ജപ്പാനീസ് ആണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സ്ത്രീകളടക്കമുള്ളവരെന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ജീവിക്കാൻ അവർക്ക് 50 വയസ്സിന് ശേഷം പിന്നെ ഒരു 80-90 വയസ്സ് വരെ ജീവിക്കും. പക്ഷെ 50 വയസ്സിൽ തന്നെ മാനസികമായി ഒരു വിഷയത്തിൽ തകർന്നു പോകുന്നവരാണ് പലരും. അപ്പൊ അവിടെയും ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഹോർമോണൽ തന്നെ വേണമെന്നില്ല, നോൺ ഹോർമോണൽ സപ്ലിമെന്റ്സ് ഉണ്ട് നമുക്ക്. ഈ ഹോർമോണൽ ഇപ്പൊ ഒബിസിറ്റി, ഞാൻ പറഞ്ഞ ഡയബറ്റിക് ഒക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് റിസ്ക് ആണ്. കാരണം അവർക്ക് ഈ ക്ലോട്ട്സ്, സ്ട്രോക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് ഏജ് ഗ്രൂപ്പ് വെച്ച് നമ്മൾ സ്റ്റഡിയൊക്കെ ഒരു 60 വയസ്സിന് മേലുള്ളവർക്കാണ് ഈ ക്ലോട്ട് കാര്യങ്ങളൊക്കെ വരുള്ളൂ.
അതിൽ കുറവുള്ള ആൾക്കാർക്ക് ഭയങ്കര കുറവായിട്ടാണ് ഈ സ്ട്രോക്കും കാര്യമൊക്കെ. പക്ഷെ നമ്മളെ ക്ലിനിക്കിൽ അങ്ങനെ ഒരാളുകൾ വരുന്നില്ല. നമ്മൾ എങ്ങനെ സപ്ലിമെന്റ് ചെയ്യും? ഇപ്പൊ കുറച്ചും കൂടി ആളുകൾ ബോധവാന്മാരാകുമ്പോൾ ഇച്ചിരി ഇച്ചിങ്ങും ഇതൊക്കെ കാണിക്കാൻ വരും, വാസോമോട്ടോ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരും. പിന്നെ ഉള്ളതാണ് നമുക്ക് ചിലർക്ക് 40 വയസ്സാകുമ്പോഴത്തേക്ക് പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ എന്നാണ് പറയുക. അതിന് 40 വയസ്സിന് മുന്നേ മാസക്കുളി നിൽക്കും. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. പറഞ്ഞിട്ടില്ലായിരുന്നു ആ വിഷയം. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 40 വയസ്സിന് മുമ്പ് പല കാരണങ്ങളുണ്ടാവും. നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഈ സർജിക്കലാണ് മെയിൻ കോസ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഗർഭപാത്രത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടോ മുഴകൾ കൊണ്ടോ ഒക്കെ നമ്മൾ ഗർഭപാത്രം അണ്ടാശയം എടുത്ത് കളയും. ഗർഭപാത്രം എടുത്ത് കളയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അതൊരു മിഥ്യാധാരണയാണ്. ഗർഭപാത്രം നമുക്ക് ഹോർമോൺ ഒന്നും തരുന്നില്ല. ഗർഭപാത്രം നമുക്ക് കുട്ടികൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗൻ മാത്രമാണ്. അതിന് സൈഡിൽ അണ്ടാശയം 2 സൈഡിലും നമുക്ക് 2 അണ്ടാശയമുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അതെടുത്ത് കളയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 40 വയസ്സിന് മുമ്പ് അതെടുത്ത് കളയുമ്പം ഈ ബുദ്ധിമുട്ടുകൾ വരും. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ക്യാൻസർ പോലെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് എടുത്തു കളയാം, അല്ലെങ്കിൽ മുഴകൾക്ക് കളയാം, അല്ലെങ്കിൽ പ്രീവിയസ് എന്തെങ്കിലും റേഡിയേഷൻ, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പെൽവിക് ക്യാൻസറിനൊക്കെ റേഡിയേഷൻ എടുത്തതിൻ്റെയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കാരണം, ഈ ജനറ്റിക് അസുഖങ്ങൾ കാരണക്കാണ് 40 വയസ്സിന് മുന്നേ നിന്ന് അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ഈ മരുന്നുകൾ സപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. 40 വയസ്സ് മുതൽ അവർ ഈ ഹോർമോൺ ഇല്ലാതെ ജീവിക്കുകയാണ്. വളരെ ഏർലിയാണ്. അവർക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ ഒരുപാട് യുവത്വം എന്ന് പറയുന്ന സമയം തന്നെയാണ്. അതെ. അപ്പൊ അതിന് മെഡിസിൻസ് ചെയ്യാൻ കഴിയും. നേരത്തെ നിന്ന് പോലെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള മെഡിസിൻ ആണോ കൊടുക്കുക? നമ്മൾ ഈ ആദ്യത്തെ ഒരു 2-3 വർഷമാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുക. അതൊന്ന് കോപ്പപ്പ് ചെയ്യാനാണ് നമ്മൾ മരുന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ അവർക്കത് കുറഞ്ഞു വരുന്നെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്ത് വരാം. ഇപ്പം ഏകദേശം എല്ലാ വിഷയങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്തു എന്ന് തോന്നുന്നു. ഒരു നമ്മുടെ സമൂഹത്തിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ചില സമയത്തൊക്കെ നമ്മൾ ഒരു മൈൻഡും ചെയ്യാതെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു കേസ് കൂടിയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ചും ഒരു നല്ല പ്രായം എന്ന് പറയുന്നതൊക്കെ തന്നെ 50 വയസ്സും 60 വയസ്സും ഒക്കെ ക്ലീനായി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ വിഷയങ്ങളിൽ വരുമ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അവർ ഒരു 51 വയസ്സിലോ 50 വയസ്സിലോ ഇത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് ഒരു ക്ലിനിക്കൽ കൺസൾട്ടൻറ്റിനെ കാണുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയുണ്ട്. അതിനൊക്കെ പ്രതിവിധികളുണ്ട് എന്ന വലിയ ഒരു മെസ്സേജ് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡോക്ടർ സജ്മി നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ OBG വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ സജ്മി, ഒരുപാട് നന്ദി. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് നേരിട്ട് സംവദിക്കാനും സംശയ ദൂരീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ടെലീൻ പ്രോഗ്രാം വെക്കാം എന്ന് നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനു കൂടിയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായിട്ട് കാണാം. നമസ്കാരം.